ഏവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരുമ്പോൾ നാം എവിടെ പോയി താമസിക്കും? അതിന് സോളാർ സിസ്റ്റത്തിൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: മാർസ്, ദ റെഡ് പ്ലാനറ്റ്. നമുക്കറിയാം, നമ്മുടെ സൗരയൂഥത്തിൽ 8 പ്ലാനറ്റ് ഉണ്ട്. അതിൽ മെർക്കുറിക്കാണ് ഏറ്റവും ചെറിയ സൈസ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഏറ്റവും ചെറിയ പ്ലാനറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാർസാണ്. മാർസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റെഡ് പ്ലാനറ്റാണ്. എന്തുകൊണ്ടാണ് മാർസിനെ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്? മാർസിൻ്റെ മണ്ണിന് ഫെറിക് ഓക്സൈഡിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് മാർസിനെ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ചെങ്കൽ മണ്ണുണ്ട്. അതിനകത്തും അയണിൻ്റെ പ്രസൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ചുമപ്പ് കളർ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർസിലും ഫെറിക് ഓക്സൈഡിൻ്റെ സാന്നിധ്യം, അയണാണ്. അയണിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ടാണ് അത് റെഡ് കളറായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സൂര്യൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സൂര്യൻ്റെ ലൈറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് റെഡ് കളറായിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ അപരൻ എന്നാണ് മാർസിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമുക്കറിയാം, ഭൂമിയിലെ ഒരു വർഷം എന്ന് വെച്ചാൽ 365 ദിവസങ്ങളാണ്. എന്നാൽ നമ്മുടെ മാർസിലെ ഒരു വർഷം എന്ന് വെച്ചാൽ 600 ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ കരഭാഗത്തിൻ്റെ 15% ഉള്ളൂ മാർസിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയുടെ 37% മാത്രമേ ഉള്ളൂ മാർസിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ ഒരാൾ ചാടുമ്പോൾ അതിനെക്കാട്ടിൽ കൂടുതൽ ഉയരത്തിലാണ് മാർസിൽ ഒരാൾക്ക് ചാടാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ മാസിൻ്റെ 10% മാത്രമേ ഉള്ളൂ നമ്മുടെ മാർസിൽ. ഇതുകൊണ്ടൊക്കെയാണ് അപരൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഭൂമിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഭൂമിയിൽ 2 വയസ്സുണ്ടെങ്കിൽ മാർസിൽ അയാൾക്ക് 1 വയസ്സേ കാണത്തുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞു തൊട്ട് തന്നെ 365 ദിവസമാണ് ഭൂമിയിൽ ഒരു വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർസിലാണെങ്കിൽ 600 ദിവസമാണ് ഒരു വർഷം. അതുകൊണ്ട് അങ്ങനെ അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ കൊടുമുടി ഏതെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയിൽ തന്നെ ഒരു കൊടുമുടിയുണ്ട്, മൗണ്ട് എവറസ്റ്റ്. അതിന് 8800 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ 3 മടങ്ങ്, ഏകദേശം 21 കിലോമീറ്റർ നീളമുള്ള ഒരു മൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ കൊടുമുടിയുണ്ട് നമ്മുടെ മാർസിൽ. ഈ കൊടുമുടിയാണ് നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും വലിയ കൊടുമുടി എന്നും പറയപ്പെടുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ അത്രയുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ആ ഡയമീറ്റർ എന്ന് വെച്ചാൽ 600 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ഡയമീറ്റർ തന്നെ. അന്നേരം ഇത്രയും വലിയൊരു കൊടുമുടിയാണ് നമ്മുടെ മാർസിലുള്ളത്. ഇത് നിർജീവമല്ല, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ആക്റ്റീവാണ്, എപ്പോഴും പൊട്ടിത്തെറിക്കാം. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ പൊടിക്കാറ്റുകളുണ്ട്. നമുക്കറിയാം, മാർഷ്യാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പൊടിക്കാറ്റിനെ പറ്റി. എന്ന് വെച്ചാൽ ആ സിനിമ തുടങ്ങുന്നതിന് ആ ഇത് തന്നെ പൊടിക്കാറ്റിൻ്റെ ഒരിതാണ്. നേരം മാർസിൽ ഇതുകൊണ്ട് പൊടിക്കാറ്റുണ്ട്. ഭൂമിയെക്കാട്ടിൽ സ്പീഡിൽ ഉള്ള പൊടിക്കാറ്റാണ് നമ്മുടെ മാർസിലുള്ളത്. ഏറ്റവും വലിയ കൊടുങ്കാറ്റുള്ളത് ജൂപ്പിറ്ററിലാണ്. നമുക്കറിയാം, അതിൻ്റെ ആ റെഡ് സ്പോട്ട് ആണ് ഏറ്റവും വലിയ കൊടുങ്കാറ്റ്. അതുകൊണ്ട് തന്നെ മാർസിലും കൊടുങ്കാറ്റുണ്ട്. പിന്നെ സൂര്യനെ നമ്മൾ ഭൂമിയിൽ നോക്കുന്ന സൂര്യൻ്റെ പകുതി കാണത്തുള്ളൂ ചൊവ്വയിൽ നിന്ന് നമ്മൾ സൂര്യനെ നോക്കിയാൽ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അവിടുത്തെ സൺസെറ്റും അതുകൊണ്ട് നമ്മുടെ റെഡ് കളറല്ല. നമ്മുടെ ഭൂമിയിൽ കാണുന്ന റെഡ് കളറല്ല അവിടുത്തെ സൺസെറ്റിന് കളർ എന്ന് വെച്ചാൽ ബ്ലൂ ആണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ നമുക്കറിയാം, നമ്മൾ കാണുമ്പോൾ ഏറ്റവും ചൂടുള്ള പ്ലാനറ്റ് അതാണെന്ന് തോന്നുള്ളൂ. കാരണം റെഡ് കളറാണല്ലോ. പക്ഷെ അങ്ങനല്ല. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ -60 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് -195 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. എന്നുവെച്ചാൽ അത്രയ്ക്ക് ടെമ്പറേച്ചർ കുറവാണ് അവിടെ. മാർഷ്യാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് കുറേ സാറ്റലൈറ്റ്, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസീസ്, റഷ്യൻ സ്പേസ് ഏജൻസീസ്, അങ്ങനെ കുറേ
നമ്മുടെ ഇന്ത്യ എന്നുള്ള ISRO എല്ലാവരും സാറ്റലൈറ്റ് വിട്ടിട്ടുണ്ട് മാർസിലേക്ക്. ഏകദേശം 40 സാറ്റലൈറ്റാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് അവിടെ ചെന്നിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് 6 അവിടെ എത്തിയിട്ടുള്ളൂ, എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആദ്യമായിട്ടുള്ള ഒരു മിഷനായിരുന്നു മംഗൾയാൻ. അത് ആദ്യത്തെ പ്രാവശ്യം തന്നെ വിജയിച്ചു. വേറെ ഒരു രാജ്യത്തിനും ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യക്ക് മാത്രമേ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് വിക്ഷേപണ വിജയം സംഭവിച്ചത് നമ്മുടെ ഇന്ത്യ. അതിപ്പോൾ പറഞ്ഞ തന്നെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ വെള്ളമുണ്ടോ? നമുക്ക് ഏവർക്കുള്ളൊരു സംശയമാണ്, ചൊവ്വയിൽ വെള്ളമുണ്ടോ? അതിൻ്റെ പോൾസ് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഫോട്ടോസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഫോട്ടോസ് നോക്കിയാൽ തന്നെ അറിയാം. അതിൻ്റെ പോൾസിൽ 2 പോൾസിൽ നോർത്ത് പോളിലും സൗത്ത് പോളിലും വെള്ള കളറോട്ട് കാണും. അതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മഞ്ഞാനാണ്. അത് ഉരുകിയാൽ നമ്മുടെ വാട്ടർ തന്നെ കിട്ടും. പക്ഷെ അവിടുത്തെ ടെമ്പറേച്ചർ കാരണമാണ് അത് മെൽറ്റ് ആവാത്തത്. പിന്നെ അവിടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്കവിടെ കാണാം, അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല. നമ്മുടെ ഭൂമിയിൽ തന്നെ ഓസോൺ പാളി ഉള്ളതുകൊണ്ടാണ് അൾട്രാവയലറ്റ് റേസ്, അതുകൊണ്ടുള്ള വികരണമായിട്ടുള്ള റേസ് എല്ലാം തടയുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ മാർസിൽ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ജീവിക്കാൻ നിലവിലുള്ള നമ്മുടെ ടെക്നോളജിയെ പറ്റി നോക്കിയാൽ പറ്റത്തില്ലെന്ന് തന്നെ പറയാം. പിന്നെ അവിടുത്തെ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. 95% അവിടെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ബാക്കി 2% നൈട്രജനാണ്. ബാക്കി വരുന്നത് 0.08% മാത്രമേ ഉള്ളൂ നമ്മുടെ ഓക്സിജൻ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവവായുവായിട്ടുള്ള ഓക്സിജൻ്റെ അളവ് അവിടെ കുറവാണ്. നിലവിൽ നമുക്കവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ശാസ്ത്രം ഇനിയും വികസിക്കുമായിരിക്കും. അന്നേരം നമുക്കവിടെ ജീവിക്കാൻ പറ്റുമായിരിക്കും. മാർച്ച് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് എപ്പോഴും അതിനകത്ത് കാണിക്കുന്നുണ്ട് അവർ താമസിക്കുന്ന കാര്യങ്ങളും എല്ലാം. പിന്നെ ഇതൊക്കെയാണ് മാർസിനെ പറ്റി പറയാനുള്ളത്. ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഗുഡ് ബൈ.